കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് മൂലക്കണ്ടി സ്വദേശികളായ ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരനുൾപ്പെടെ 3 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. സഹോദരനെ കാണാനില്ലെന്ന് പോലീസ്. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഇതിൽ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത പോലീസ് ഉന്നയിക്കുന്നുണ്ടോ? ഇതെപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. അഖില, പ്രാഥമികമായി അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസ്. എന്തായാലും ചേവായൂർ പോലീസാണ് പരിശോധന നടത്തുന്നത്. ഇവിടെ പ്രായമുള്ള സ്ത്രീകളാണ്. ഈ മരണപ്പെട്ടുള്ളവർ 2 പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണ്. 3 വർഷമായി ഇവർ ഈ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചെന്ന്. ഇവിടെ ഇവരോടൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ ഇവരെക്കാൾ മുതിർന്ന ആളാണ്. 70 വയസ്സിലധികം പ്രായമുണ്ട് സഹോദരൻ പ്രമോദാണ് ഒരു ബന്ധുവിനെ വിളിച്ച് ഇത്തരത്തിൽ സഹോദരിമാർ മരിച്ചു കിടക്കുന്നു എന്ന വിവരം പറഞ്ഞത് എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും തുടർന്നാണ് ഈ മരണവിവരം നാട്ടുകാരുൾപ്പെടെയുള്ള തൊട്ടടുത്തുള്ള ആളുകൾ അറിയുന്നത്. തുടർന്ന് ഇത് സ്ഥിരീകരിക്കുകയാണ്. പിന്നീട് പോലീസ് എത്തുകയായിരുന്നു. എന്തായാലും ഈ സഹോദരനെ ഇപ്പോൾ ഈ വിളിച്ചു പറഞ്ഞു വന്ന സഹോദരനെ നിലവിൽ കാണാനില്ല. പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് അപകടം പറ്റിയതൊന്നും ഈ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർക്ക് പോലും കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് ധാരണയില്ല. കാരണം വളരെ സമാധാനമായിട്ട് വളരെ ശാന്തമായി താമസിച്ച ഒരു കുടുംബാംഗങ്ങൾ എന്ന നിലയിലാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോഴും അറിയുന്നത് ഇപ്പൊ തന്നെയാണ് നാട്ടുകാർ പലരും ഈ വിവരം അറിയുന്നത്. ചേട്ടാ, രാവിലെ എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞിരുന്നത്? അത് ഞങ്ങൾ രാവിലെ ഒരാൾ ഇവിടെ വന്ന് കൊലക്ക്. അപ്പൊ ഈ വീട്ടിലുള്ള ആള് പുരുഷോത്തമ അയാളുണ്ട്. അപ്പൊ അയാൾ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞ് പ്രമോദ് വിളിച്ചിരുന്നു പെങ്ങള് മരിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രമോദ് മരിച്ച് പെങ്ങൾ മരിച്ചു. അപ്പോൾ ഇയാളോട് വന്ന് നോക്കിയപ്പോൾ ആരും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ചിലപ്പോൾ ആസ്പത്രിയിൽ നിന്നായിരിക്കും മരിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ 1-2 പരിപാടികളുള്ളപ്പോൾ അവിടെ പോയപ്പോൾ ബൈക്കിൽ വേറൊരാൾ വന്ന് പറഞ്ഞു 2 ആൾ ആത്തുണ്ടോന്ന് സംശയമുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പാഞ്ഞു വന്ന് 2 ആത്ത് കയറി നോക്കിയപ്പോൾ 2 ആൾ വെള്ളം പൊതിച്ച് കിടക്കുക. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചേവായൂർ CIനെ വിളിച്ച് വിവരം പറഞ്ഞു. ഈ കുടുംബങ്ങളെ കുറിച്ച് എന്തെങ്കിലും നാട്ടുകാരുടെ ഞങ്ങൾക്ക് കുടുംബങ്ങളെ പറ്റിയൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ഒരാളുണ്ട്, അയാളെ വിളിച്ച് ഇവരെ ഒരു ചെറിയ ബന്ധു അയാളെ വിളിച്ച് അയാളോട് വിവരം പറഞ്ഞ് അങ്ങനെ ബന്ധപ്പെട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിക്കുന്നു. ഇതിങ്ങനെ ഒരു സാധ്യത ഇവരുടെ കുടുംബത്തെ പറ്റി എന്താ നാട്ടുകാരെന്ന നിലയിൽ എന്താ തോന്നുന്നത്? കുടുംബം നല്ല ആരോടും ഒരു പ്രശ്നമില്ലാത്ത നല്ല ഫാമിലിയാണ്. നല്ല ഫാമിലി. ആളോടൊക്കെ വളരെ സത്യസന്ധമായിട്ട് ഒരു വെള്ളടിയോ ഒന്നും ഇല്ലാത്ത ഒരു കക്ഷിയാണ്. അഖില, ഇത് തന്നെയാണ് ഈ നാട്ടുകാർക്കുൾപ്പെടെ ഇത് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ആശങ്കയുണ്ട്, ഒരു സംശയമുണ്ട്. അതൊക്കെ കൂടുതൽ പരിശോധനയിൽ വ്യക്തമാവേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ചേവായൂർ പോലീസ് പ്രാഥമിക പരിശോധന നടത്തുകയാണ്. ഡോസ് കോഡ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്തായാലും അല്പനേരങ്ങൾക്ക് ശേഷം ഈ സഹോദരനെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കാരണം ഇവർ മരിച്ച നിലയിൽ വെള്ളം പുതച്ച് കിടക്കുന്ന നിലയിലെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ കണ്ട ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെയാണ് ഇവൾ കണ്ട ദൃക്സാക്ഷികളായ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. വെള്ളം പൊതിച്ച നിലയിലാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അയൽവാസി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ചേവായൂർ പോലീസാണ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അഖില. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.